ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കാർഡ്സ് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പറ്റി പോസിറ്റീവായി തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയം ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആണ് സംഭവിച്ചേക്കുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയം. ഈ വ്യക്തിയുടെ എനർജി അനുസരിച്ച് ഈ വ്യക്തി ഇപ്പോൾ ഹീൽ ചെയ്യുന്ന ഒരു എനർജിയിലാണ് കാണുന്നത്. ആ വ്യക്തിക്ക് പാസ്റ്റിൽ സംഭവിച്ച വേദനകളിൽ നിന്ന് ആ വ്യക്തിയുടെ സോൾ ഹീലാവുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങളോട് അവർക്ക് വളരെയധികം സ്നേഹം തോന്നുകയാണ്. ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഇമോഷണലി ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നുകയാണ്. നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ് ഈ വ്യക്തിക്ക്. അത് കാരണം നിങ്ങളെ ഏത് സമയവും ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൂടെ വേണമെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളത്. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് പെയിനാണുള്ളത്. ഒരുപാട് ഡിപ്രഷനിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നു. ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നു. അതുകാരണം നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ വേണമെന്നുള്ളതിനെപ്പറ്റി ആ വ്യക്തി ഇപ്പോൾ വളരെയധികം ചിന്തിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ മൈൻഡ് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണുള്ളത്. നിങ്ങളുടെ അടുത്തേക്ക് വരണോ, വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഫീലാണുള്ളത്. അത് കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണുള്ളത്. ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഓപ്ഷൻസ് കാണുമായിരിക്കാം, നിങ്ങൾ കൂടാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് കാണുമായിരിക്കാം ലൈഫിൽ. അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് വരണം, നിങ്ങൾക്ക് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനാണ് ലൈഫിലുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി പാസ്റ്റ് മെമ്മറീസൊക്കെ ഓർത്തെടുക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള പാസ്റ്റ് മെമ്മറീസ്, ഒരുപക്ഷെ നിങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്ത് ഈ വ്യക്തി ഇപ്പോൾ നോക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെൻറ്റ്സ് ഓർത്തെടുക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ആ വ്യക്തി പാസ്റ്റിൽ പോയിട്ട് നിങ്ങളുടെ ഓർമ്മകളൊക്കെ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുകയാണ് ഈ ഒരു സമയം. ഈ വ്യക്തി വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായി കാണുന്നു. ഒരു അധികാരമൊക്കെ ഉള്ള ഒരു വ്യക്തിയായി കാണുന്നു. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം, അതുപോലെ കേൾക്കണം എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിയുടെ കൂടെ നിങ്ങളില്ലാത്തതിൻ്റെ ഒരു വിഷമം ഇപ്പോൾ ഈ വ്യക്തിക്കുണ്ട്. അത് കാരണം ഈ വ്യക്തിക്ക് അവരുടെ കൂടെ ചുറ്റുപാടും എന്ത് സന്തോഷങ്ങളുണ്ടെങ്കിലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ ഈ വ്യക്തി ഇരിക്കുകയാണ്.
ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ളൊരു എനർജിയിലിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങളുമായി ഒരു പുതിയ ലൈഫ് തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉള്ളതായി കാണുന്നു, ഒരുപാട് ചലഞ്ചസ് ഉള്ളതായി കാണുന്നു നിങ്ങളുടെ അരികിലേക്ക് വരാൻ. പക്ഷെ നിങ്ങളുമായി ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളോട് ഒരു പുതിയ ലൈഫ് ആ വ്യക്തിക്ക് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയാണുള്ളത്, ജീവിതത്തെപ്പറ്റി ഒരു പ്രതീക്ഷയാണുള്ളത്. നിങ്ങളുമായുള്ള ഒരു ലൈഫിന് ഇപ്പോൾ ആ വ്യക്തിക്കൊരു പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. സാഹചര്യം അനുകൂലമായി വരാനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. അത് കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി വളരെ വേഗം നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതുതന്നെയാണ് നമുക്ക് ബോട്ടം എനർജി കിട്ടിയേക്കുന്നത്. ആ വ്യക്തി തയ്യാറായി കഴിഞ്ഞു നിങ്ങളിലേക്കൊരു വരവിനായി. എത്രയും വേഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇത് വളരെ സ്പീഡായിട്ട് വരുന്ന ഒരു എനർജിയാണ്, ഭയങ്കര സ്പീഡായിട്ട് പോകുന്ന ഒരു എനർജി ഫ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു റെസ്പോൺസ് എന്തായാലും നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തിയുടെ കറണ്ട് എനർജി അനുസരിച്ച് ഈ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്നും കൂടെ നോക്കാം. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഫാമിലിയിൽ ഫോക്കസ് ചെയ്യണം. ഒരു പക്ഷേ ഈ പേഴ്സൻ്റെ ചിന്തകൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലോ നിങ്ങളുടെ ഫാമിലി നല്ലതായിട്ട് കൊണ്ടുപോകാനോ കുട്ടികളുടെ കാര്യമോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു സമയം നമ്മുടെ ഫാമിലിയും കൂടെ നമുക്ക് ചെയ്യേണ്ട ഓരോരോ കടമകളുണ്ടല്ലോ, അതും കൂടെ നമ്മൾ നോക്കുക ഈ ഒരു സമയം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയമാകുമ്പോൾ, ഡിവൈൻ ടൈം ആകുമ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യേണ്ട കർത്തവ്യങ്ങളും കടമകളും എല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പേഴ്സണെ തന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിന് ഇതെല്ലാം യൂണിവേഴ്സ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ അരികിൽ എത്തിക്കുന്നതും എല്ലാം യൂണിവേഴ്സിന് വിട്ടേക്കുക. യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടെ നോക്കാം. അബ്രോഡ് എന്നുള്ള ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. പൂരം നക്ഷത്രം, നമ്പർ 58, 2001, അവിട്ടം നക്ഷത്രം, ആലപ്പുഴ, ചോതി നക്ഷത്രം. വിത്തിൻ 24 hours ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. നമ്പർ 6, നമ്പർ 25, സോഷ്യൽ മീഡിയ,
ലെറ്റർ എച്ച്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. നമ്പർ 19 മ്യൂസിക്. നമ്പർ 55 നമ്പർ 9 ലെറ്റർ വി. 1995 ലെറ്റർ ബി. 2 വീക്സ് എന്നുള്ളൊരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. 1972 1966 നമ്പർ 41 1978 1987 1998 രേവതി നക്ഷത്രം. ലെറ്റർ യു. റെഡ് കളർ. ഇമോഷണൽ. നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. ലെറ്റർ ടി. നമ്പർ 11 നമ്പർ 56 നമ്പർ 64 ട്വിൻ ഫ്ലെയിം കണക്ഷൻ. ഇവിടെ 2-3 ദിവസം കൊണ്ട് ഈ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്നുള്ളൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. ചിലപ്പം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്വിൻ ഫ്ലെയിം ആവാനുള്ള ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ്. ഇതാരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ വളരെ വേഗം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. അവരൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു നിങ്ങളിലേക്ക് വരുന്നതിനെ പറ്റിയിട്ട്. അവർക്കൊരു കൺഫ്യൂഷനുണ്ട് മനസ്സിൽ. നിങ്ങളിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ വ്യക്തി കുറച്ച് ലേറ്റ് ആവുന്നതും. അവർക്ക് എന്തൊക്കെയോ ഒബ്സ്റ്റക്കിൾസ് അവരുടെ മുന്നിലുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നത്. അപ്പം ഇതായിരുന്നു ഈ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോടുള്ളത്.